ജിഹാദ് പരാമർശത്തിൽ ബി.ജെ.പി. നേതാവും മുൻ എം.എൽ.എയുമായ പി.സി. ജോർജിനെ പിന്തുണച്ച് കേരള കാത്തലിക് ബിഷപ്പ് കൗൺസിൽ. പി.സി. ജോർജിന്റെ പ്രസംഗത്തിൽ മതസ്പർദ്ധ വളർത്തുന്നതൊന്നുമില്ലെന്ന് കെ.സി.ബി.സി. വ്യക്തമാക്കി. പാലാ ബിഷപ്പ് വിളിച്ചു ചേർത്ത മദ്യവിരുദ്ധ സമിതിയുടെ ലഹരിവിരുദ്ധ സമ്മേളനത്തിലാണ് അദ്ദേഹം പ്രസംഗിച്ചത്. ഇതിൽ മതവിദ്വേഷം വളർത്തുന്നതായ ഒരു പരാമർശവും ഉണ്ടായിട്ടില്ലെന്ന് സമ്മേളനത്തിന് അധ്യക്ഷത വഹിച്ച കെ.സി.ബി.സി. മദ്യവിരുദ്ധ സമിതിയുടെ സംസ്ഥാന സെക്രട്ടറി പ്രസാദ് കുരുവിള വ്യക്തമാക്കി. പകുതിവില തട്ടിപ്പ് കേസിൽ സായിഗ്രാമം ഗ്ലോബൽ ട്രസ്റ്റ് ചെയർമാൻ കെ.എൻ. ആനന്ദകുമാർ ക്രൈംബ്രാഞ്ചിന്റെ കസ്റ്റഡിയിൽ. മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതിന് പിന്നാലെയാണ് നടപടി. ആനന്ദകുമാറിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ തിരുവനന്തപുരം ജില്ലാ സെഷൻസ് കോടതിയാണ് തള്ളിയത്. കസ്റ്റഡിയിലെടുത്തതിന് പിന്നാലെ ദേഹാസ്വാസ്ഥ്യം ഉണ്ടായതിനെ തുടർന്ന് ആനന്ദകുമാറിനെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കോന്നി റീജിയണൽ സഹകരണ ബാങ്കിലെ നിക്ഷേപം തിരികെ കിട്ടാത്തതിൽ മനം നൊന്ത് നിക്ഷേപകൻ ആത്മഹത്യക്ക് ശ്രമിച്ചു. മദ്യത്തിൽ അമിതമായി ഗുളികകൾ ചേർത്തു കഴിച്ച പത്തനംതിട്ട കോന്നി പൈനാമൺ സ്വദേശി ആനന്ദൻ വെന്റിലേറ്ററിൽ കഴിയുകയാണ്. ഇദ്ദേഹത്തിന്റെ ആരോഗ്യനില അതീവ ഗുരുതരമാണെന്ന് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രി അധികൃതർ അറിയിച്ചു. LDF ഭരിക്കുന്ന കോന്നി റീജിയണൽ സഹകരണ ബാങ്കിൽ നിന്ന് 11 ലക്ഷം രൂപയാണ് ആനന്ദിന് കിട്ടാനുണ്ടായിരുന്നത്. ഉറപ്പുള്ള ചോദ്യങ്ങളുമായി വീണ്ടും MS സൊല്യൂഷൻസ്. SLC സയൻസ് വിഷയങ്ങളിൽ ഉറപ്പുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളും വാട്സ്ആപ്പ് വഴി ലഭിക്കുമെന്നാണ് ഇവർ പറഞ്ഞിരിക്കുന്ന പരസ്യത്തിൽ പറയുന്നത്. 199 രൂപക്ക് സയൻസ് വിഷയങ്ങളിൽ A+ എന്ന തലക്കെട്ടോടെയാണ് പരസ്യം നൽകിയിരിക്കുന്നത്. PDF ഫയലായി ചോദ്യങ്ങളും ഉത്തരങ്ങളും നൽകാമെന്നാണ് MS സൊല്യൂഷൻസിന്റെ വാഗ്ദാനം. VS അച്യുതാനന്ദനെ CPM സംസ്ഥാന കമ്മിറ്റിയിൽ പ്രത്യേക ക്ഷണിതാവാക്കുമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. ക്ഷണിക്കപ്പെടേണ്ട നേതാക്കന്മാരെ പറ്റിയുള്ള തീരുമാനം പാർട്ടി എടുക്കുമെന്നും അതിൽ VS-ന്റേതാകും ഒന്നാമത്തെ പേരെന്നും പാർട്ടി പത്രത്തിലെ അഭിമുഖത്തിൽ അദ്ദേഹം വ്യക്തമാക്കി. VS ഇന്ന് ജീവിച്ചിരിക്കുന്ന CPM-ന്റെ ഏറ്റവും വലിയ നേതാവാണെന്നും MV ഗോവിന്ദൻ ലേഖനത്തിൽ ചൂണ്ടിക്കാണിച്ചു. കാസർഗോഡ് 15-കാരി മരിച്ച സംഭവത്തിൽ അന്വേഷണത്തിൽ വിശദീകരണം നൽകാൻ പോലീസിന് ഹൈക്കോടതിയുടെ നിർദ്ദേശം. സംഭവത്തിൽ കേസ് ഡയറി പരിശോധിച്ചുവെന്നും പോലീസ് അന്വേഷണം നടത്തിയിട്ടുണ്ടെന്നും ഹൈക്കോടതി അറിയിച്ചു. കേസ് ഡയറിയുടെ പകർപ്പ് നൽകണമെന്ന ഹർജിക്കാരിയുടെ അഭിഭാഷകന്റെ ആവശ്യം കോടതി അംഗീകരിച്ചില്ല. ഹേബിയസ് കോർപ്പസ് ഹർജിയിൽ പോലീസിനെ വിമർശിച്ചിട്ടില്ല എന്നും ഹൈക്കോടതി വ്യക്തമാക്കി. ഉത്തർപ്രദേശിൽ വിഷ്ണുവിന്റെ അവതാരങ്ങളുള്ള ഉരുളക്കിഴങ്ങിനെ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിച്ചു. ബറേലിയിലെ കൈമ ഗ്രാമത്തിലെ കർഷകൻ രാംപ്രകാശിന്റെ വയലിൽ നിന്നും കുഴിച്ചെടുത്ത ഉരുളക്കിഴങ്ങിനെയാണ് സംബാലിലെ തുളസി മാനസ് ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിച്ചത്. ഉരുളക്കിഴങ്ങിന് ദേവരൂപത്തിന്റെ സാദൃശ്യമുണ്ടെന്നാണ് ക്ഷേത്രത്തിലെ തന്ത്രി പറയുന്നത്. ബീഹാറിൽ ജീവനക്കാർക്ക് നേരെ തോക്കു ചൂണ്ടി ജ്വല്ലറിയിൽ നിന്ന് 25 കോടിയുടെ ആഭരണങ്ങൾ കൊള്ളയടിച്ച 6 പ്രതികളിൽ 2 പേർ അറസ്റ്റിൽ. വിശാൽ ഗുപ്ത, കുനാൽ കുമാർ എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ഗോപാലി ചൌക്കിലെ തനിഷ് ജ്വല്ലറിയിൽ ഇന്നലെ രാവിലെയാണ് കവർച്ച നടന്നത്. രാവിലെ ജ്വല്ലറി തുറന്ന് അല്പസമയത്തിനകം തന്നെ 6 പേർ സ്ഥലത്തേക്ക് എത്തുകയായിരുന്നു. സുരക്ഷാ ജീവനക്കാരെ ആക്രമിച്ചാണ് സംഘം ജ്വല്ലറിക്കകത്തേക്ക് കടന്നത്. സംഭവത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നു. ബ്രോങ്കൈറ്റിസ് ബാധയെ തുടർന്ന് ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുന്ന ഫ്രാൻസിസ് മാർപ്പാപ്പ സുഖം പ്രാപിച്ചു വരുന്നു. വത്തിക്കാൻ ഭരണകേന്ദ്രത്തിലെ വൈദികർക്കും മെത്രാൻമാർക്കും കർദിനാൾമാർക്കുമുള്ള ഒരാഴ്ചത്തെ നോമ്പുകാല ധ്യാനത്തിൽ മാർപ്പാപ്പയും പങ്കെടുത്തതായാണ് റിപ്പോർട്ട്. ആശുപത്രി മുറിയിലിരുന്ന് വീഡിയോ കോൺഫറൻസിലൂടെയാണ് അദ്ദേഹം പങ്കെടുത്തത്. ഈ മാസം 22 മുതൽ ആരംഭിക്കുന്ന IPL പോരാട്ടത്തിന്റെ പുതിയ സീസണിൽ മദ്യം, പുകയില എന്നിവയുമായി ബന്ധപ്പെട്ട പരസ്യങ്ങളും പ്രമോഷനുകളും ഒഴിവാക്കണമെന്ന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം. IPL അധികൃതർക്കാണ് നിർദ്ദേശം. മത്സരങ്ങൾക്കിടെ സ്റ്റേഡിയം പരിസരങ്ങളിൽ മദ്യം, പുകയില എന്നിവയുടെ പരസ്യങ്ങൾ പാടില്ല എന്നതാണ് നിർദ്ദേശം.